മഴ ചാർന്ന ഒരു ഞായറാഴ്ച രാവിലെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് രതീഷ് തന്റെ കൊച്ചുമുറിയിലെ ജനലിനരികിൽ ചെന്നിരുന്നു. പതിവില്ലാത്തൊരു മന്ദത അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. ഓഫീസിലേക്കുള്ള ഓട്ടപ്പാച്ചിലില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ല, മീറ്റിങ്ങുകൾക്കുള്ള ടെൻഷൻ ഇല്ല. സമയം അവന്റെ സ്വന്തം. ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ മഴത്തുള്ളികൾ ചില്ലിലൂടെ താഴേക്ക് ഒഴുകുന്നു. ഓരോ തുള്ളിയും ഒരു വെള്ളിനൂൽ പോലെ തോന്നിച്ചു. അവന്റെ ചിന്തകളും ആ വെള്ളിനൂലുകൾക്കൊപ്പം താഴേക്കൊഴുകി. ജീവിതത്തിൽ പലതും ഒരു ഞായറാഴ്ച അവധി ദിവസത്തിലായിരുന്നു സംഭവിച്ചത്. അവന്റെ ആദ്യത്തെ പ്രണയം, കോളേജ് കാലഘട്ടത്തിൽ അവധിക്കാലത്ത് ഒരു കുന്നിൻ മുകളിലേക്ക് നടത്തിയ യാത്ര, അവിചാരിതമായി അവളെ കണ്ടുമുട്ടിയത്, ആദ്യമായി അവളോട് ഇഷ്ടം പറഞ്ഞ നിമിഷം, അതൊരു ഞായറാഴ്ചയായിരുന്നു. ആ ഓർമ്മകളിൽ ചിരിച്ചപ്പോൾ മറ്റൊരു ഓർമ്മ മനസ്സിലേക്ക് കടന്നു വന്നു. അവന്റെ അച്ഛൻ്റെ മരണം, അതും ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ദിവസത്തിന്റെ ദുഃഖം ഇന്നും അവന്റെ ഉള്ളിൽ ഒരു കനൽ പോലെ എരിയുന്നുണ്ട്. സന്തോഷവും ദുഃഖവും ഇടകലർന്ന ഓർമ്മകൾ അവന്റെ മനസ്സിനെ ഒരു കടൽ പോലെ ഇളക്കിമറിച്ചു. അങ്ങനെ പലതും ചിന്തിച്ചിരുന്നപ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്തു. വിളിച്ചത് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപായിരുന്നു. ഡാ, നീ എവിടെയാ? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അനൂപിന്റെ ശബ്ദത്തിൽ പതിവ് ആവേശം. നീ എന്താ ഈ മഴയത്ത് വരുന്നേ? നമുക്ക് വൈകുന്നേരം കാണാലോ. അതൊന്നും സാരമില്ല, ഞാനിപ്പോൾ വണ്ടിയിലാ. നീ വാതിൽ തുറന്നു വെച്ചാൽ മതി. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. അനൂപ് അവന്റെ ജീവിതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. കുട്ടിക്കാലം മുതൽ അവർ ഒരുമിച്ചാണ് വളർന്നത്. രതീഷിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരു തണലായി അനൂപ് കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അനൂപ് അവന്റെ വീട്ടിലെത്തി. കയ്യിലൊരു പൊതിയുമുണ്ട്. ഇതെന്താടാ? രതീഷ് ചോദിച്ചു. ഇത് നിനക്കുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയതാ. പൊതി തുറന്നപ്പോൾ അതിനുള്ളിൽ ചൂട് ഉഴുന്നുവടയും ചായയും. ഈ മഴയത്ത് ഉഴുന്നുവടയും ചായയും കഴിക്കാൻ എനിക്ക് നിന്റെ കൂടെ ഇരിക്കാൻ തോന്നി. രതീഷിന് അനൂപിന്റെ സ്നേഹത്തിൽ കണ്ണു നിറഞ്ഞു. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. രതീഷ് തന്റെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ അനൂപിനോട് പറഞ്ഞു. ഓരോ ഞായറാഴ്ചയും ഓരോ കഥയാണ് രതീഷേ. ചില കഥകൾ സന്തോഷം തരും, ചിലത് സങ്കടം. പക്ഷെ ഓരോ കഥയും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അത് നമ്മളെ ശക്തിപ്പെടുത്തും, അനൂപ് പറഞ്ഞു. എല്ലാം എൻ്റെ ദിവസത്തിൽ ഒരു ഞായറാഴ്ച അവധി ദിവസത്തിലാണ് സംഭവിക്കുന്നത്. ഒരു ഞായറാഴ്ച എൻ്റെ പ്രണയം തുടങ്ങി, ഒരു ഞായറാഴ്ച എൻ്റെ അച്ഛനും മരിച്ചു. എല്ലാം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതെന്താണ് അങ്ങനെ പറയുന്നത്? ഓരോ ഞായറാഴ്ചയും ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒരു പുഴയിലെ വെള്ളം പോലെയാണ്. അത് ഒഴുകിപ്പോയ ശേഷവും പിന്നെയും നമ്മൾ ആ പുഴയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ പുതിയ വെള്ളം വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അനൂപിന്റെ വാക്കുകൾ രതീഷിന്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം നിറച്ചു. അവന്റെ മനസ്സിൽ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഞായറാഴ്ച അവധി ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചിരുന്നു. അന്ന് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് ഇന്നും അവസാനമില്ല. അനൂപ് തുടർന്നു. ജീവിതം ഒരു പുഴയാണ്. ചിലപ്പോഴത് ശാന്തമായി ഒഴുകും, ചിലപ്പോഴത് ഭ്രാന്തമായി കുതിച്ചൊഴുകും. പക്ഷേ നമ്മൾ ആ പുഴയിൽ പിടിച്ചു നിൽക്കണം, ആ ഒഴുക്കിനൊപ്പം നീങ്ങണം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയാണ്. അനൂപിന്റെ വാക്കുകൾ കേട്ട് രതീഷ് അവനെ കെട്ടിപ്പിടിച്ചു. ആലിംഗനത്തിൽ അവന്റെ ദുഃഖം അലിഞ്ഞു പോയതുപോലെ തോന്നി. അനൂപ്, ഞാനൊരു കാര്യം പറയട്ടെ. നീ വിഷമിച്ചിരിക്കാതെ നിന്റെ പുതിയ കഥ എഴുതാൻ തുടങ്ങുക. പുതിയ ഞായറാഴ്ച അവധി ദിവസങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ആ ഞായറാഴ്ചകൾ നിനക്ക് സന്തോഷം മാത്രം കൊണ്ടുവരും. രതീഷ്, നീ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് പേടിയില്ല. അനൂപ്, അതെ, നമ്മൾ ഒരുമിച്ചുണ്ടാകും ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും. അവർ രണ്ടുപേരും വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. മഴ തോർന്നു തുടങ്ങി. മേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യൻ തൻ്റെ വെള്ളി നൂലുകൾ താഴേക്കിട്ടു. രതീഷിന്റെ മനസ്സിലും ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു. ആ ഞായറാഴ്ച അവധി ദിനം അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവൻ പഴയ ദുഃഖങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഓരോ ഞായറാഴ്ചയും ഓരോ കഥയാണ്. ചില കഥകൾ നമ്മെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷെ ഓരോ കഥയും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അത് നമ്മളെ കൂടുതൽ ശക്തരാക്കും. അവസാനം രതീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അനൂപേ, നീ പറഞ്ഞത് ശരിയാണ്. ഓരോ ഞായറാഴ്ചയും ഓരോ പുതിയ തുടക്കമാണ്. എൻ്റെ പുതിയ കഥ തുടങ്ങാൻ സമയമായിരിക്കുന്നു. അനൂപ് പുഞ്ചിരിച്ചു. നമുക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ഞായറാഴ്ച അവധി ദിവസങ്ങൾ വരാനുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ പുതിയ കഥകൾ എഴുതും, നമ്മുടെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥകൾ. ആ ദിവസം രതീഷിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. അവൻ തൻ്റെ ജീവിതത്തെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഇനി വരുന്ന ഞായറാഴ്ചകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദിവസങ്ങളാകുമെന്ന് അവൻ വിശ്വസിച്ചു. മഴ പൂർണ്ണമായും തോർന്നു. സൂര്യൻ്റെ കിരണങ്ങൾ അവൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. രതീഷ് തൻ്റെ ജീവിതം ഒരു പുതിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടു. അവൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ പിറന്നു. നാളത്തെ ദിവസം എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ അവൻ ആ ഞായറാഴ്ച ദിവസം പൂർത്തിയാക്കി.